ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിനിടെ തർക്കമുണ്ടായി. അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾ പുറത്തു പോകണമെന്ന വരണാധികാരിയുടെ ആവശ്യം കൌൺസിലർമാർ അംഗീകരിച്ചില്ല. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് വരണാധികാരി നിർദ്ദേശം നൽകി. നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് കൌൺസിലർമാർ. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ബാക്കി എല്ലായിടത്തും മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ട്. എന്താണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു പ്രശ്നത്തിന് കാരണം? സ്തുതി, ഇന്ന് രാവിലെയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ കൌൺസിൽ ഹാളിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതോടുകൂടി തന്നെ വരണാധികാരി ഇടപെട്ട് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ കൌൺസിൽ ഹാളിലേക്ക് കടക്കരുതെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഈ കൌൺസിൽ ഹാളിൽ കയറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അനുവാദമുണ്ടല്ലോ എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ ഭരണാധികാരിയോട് ചോദിച്ചു. പക്ഷേ ഇവിടെ അനുവാദമില്ലാത്ത രീതിയിലൊരു നിലപാടെടുക്കുകയും പുറത്ത് കടക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ പുറത്താക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരും കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. UDF-ന്റെ അടക്കം കൌൺസിലർമാർ ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുകയാണ്. നിലവിൽ ഈ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വൈകാനും കൂടി കാരണമായിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടന്നിട്ടില്ല. കാരണം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ കൌൺസിലർമാരൊക്കെ തന്നെ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാധ്യമപ്രവർത്തകരും പ്രതിഷേധം നടത്തുകയാണ്. ആലപ്പുഴ നഗരസഭയിൽ UDF ആണ് വിജയിച്ചത്. UDF-ന്റെ ചെയർപേഴ്സണാണ് ഇത്തവണ ഇത്തരത്തിൽ അധികാരമേൽക്കേണ്ടത്. അല്ലെങ്കിൽ വോട്ടെടുപ്പ് കൂടുതലും UDF-ന് തന്നെയാണ് വോട്ടെടുപ്പിൽ വിജയം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ UDF-ന്റെ വിജയം റിപ്പോർട്ട് ചെയ്യാൻ കൂടി എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. പക്ഷേ എന്തായാലും ഇപ്പോൾ പോലീസും അതേപോലെ തന്നെ വരണാധികാരിയും ഇടപെട്ട് മാധ്യമപ്രവർത്തകരോട് പുറത്ത് കടക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ UDF-ന്റെ കൌൺസിലർമാർ ഉൾപ്പെടെ ഇടപെട്ട് കൊല്ലത്തും സമാനമായ സാഹചര്യമുണ്ട്. കൊല്ലത്തും മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയിരിക്കുന്നു. അവിടെയും തർക്കവും പ്രശ്നവും തുടരുകയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങൾ നൽകും. ദിലീപ്, എന്താണ് പ്രശ്നം? സ്മൃതി, തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ ആ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്നെ ഒരു വിവരങ്ങളും ലഭ്യമാകുന്നില്ല. ഇതിനകത്ത് ചില ആളുകൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതടക്കം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെയാണ് ഇവിടെ പ്രതിഷേധം നിന്നത്. ഏകദേശം 1 മണിക്കൂറിൽ അധികമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പുറത്താക്കുകയും ചെയ്ത് അവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളടക്കം മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റണമെന്നും എന്തൊക്കെയാണ് അകത്ത് നടക്കുന്നതെന്നുള്ള വിവരങ്ങൾ അറിയണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ആ മാധ്യമപ്രവർത്തകരോട് ഒന്ന് പുറത്തു പോകണം, അല്പസമയം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ അകത്ത് കയറാമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ 1 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധ്യമാകുന്നില്ല. അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് കയറ്റാൻ ഇപ്പോൾ സാധ്യമല്ല എന്നാണ് കലക്ടർ അറിയിച്ചതെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. ഇതോടുകൂടി തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടുകയാണ്. ചേട്ടാ, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മണിക്കൂർ കണക്കിന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് അകത്ത് നടക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി. കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങി നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കും അതിയായ വിഷമമുണ്ട്. കാരണം ഇത് തീർത്തും ഇതൊരു പ്രതിഷേധം അറിയിക്കുന്നൊരു കാര്യമാണിത്. കാര്യം വളരെ പ്രയാസമുണ്ട്. കാരണം മണിക്കൂർ കണക്കിനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിന് ഈ UDF-ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് മേയർ സ്ഥാനം അടക്കം ലഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാകാത്തതിന് തുടർന്നുള്ള ഒരു പ്രതിഷേധമാണ് ആളുകളടക്കം പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും UDF-ന്റെ മേയർ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി AK ഹഫീസും ഒപ്പം തന്നെ UDF-ന്റെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഡോക്ടർ ഉദയ സുകുമാരനുണ്ട്. ഒപ്പം LDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ട് PJ രാജേന്ദ്രനാണ് സാധാരണ. ശരി ദിലീപ്, അവിടെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊല്ലത്തും അവിടെയും പ്രശ്നം തുടരുകയാണ്.